പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഈ ചിത്രം കണ്ടപ്പോൾ എന്തു തോന്നി? കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ടോ? തേൻവരിക്ക ചക്ക പോലെ മധുരിക്കുന്ന കുട്ടിക്കാലം. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ പ്ലാവിൻ്റെയും മാവിൻ്റെയും ഒക്കെ തണലിൽ കളിച്ചു നടന്നത് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നതല്ലേ? ഇപ്പോൾ നേരം വെളുത്താൽ യന്ത്രവാളിൻ്റെ ശബ്ദമാണ് ചുറ്റും. വലിയ മരങ്ങൾ നാട്ടിൽ കുറഞ്ഞു വരികയാണ്. പ്ലാവൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചക്കയിടാൻ ആളെ കിട്ടുമോ? അന്നൊക്കെ എത്ര ഇനം ചക്കകളായിരുന്നു നമ്മുടെ നാട്ടിൽ. വരിക്കച്ചക്ക, പഴച്ചക്ക, താമരച്ചക്ക, അയിനിച്ചക്ക, തേൻവരിക്ക, എത്രയെത്ര ഇനങ്ങളല്ലേ. ഇവയൊക്കെ ഇന്ന് പതുക്കെ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. പ്ലാവിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. പുതിയ തലമുറയിലെ ചെറിയ പ്ലാവിനങ്ങൾ നമ്മുടെ നാട്ടിലും വരികയാണ്. വിയറ്റ്നാം ഏളി, സിന്ധു, ശങ്കര, J33 എന്നിവ അവയിൽ ചിലതൊക്കെ. ഇനി ഞങ്ങളുടെ വീട്ടിലുള്ള ഒരതിഥിയെ കാണണ്ടേ? വിയറ്റ്നാം സൂപ്പർ ഏർലി. വർഷത്തിൽ 2 തവണ 10-15 ചക്ക ഉണ്ടാകാറുണ്ട്. നല്ല മധുരം. കുറച്ച് സ്ഥലമുള്ളവർക്ക് ഇത്തരം ഇനങ്ങൾ വച്ചു പിടിപ്പിക്കാവുന്നതാണ്. പോഷകഘടകം കൊണ്ട് നിറകുടമാണ് ചക്ക. ഇതിൽ ധാരാളം നാരുകളും വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ജലാംശം എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ക്യാൻസറിനെ പ്രതിരോധിക്കാനും നല്ലത്. പൊണ്ണത്തടി കുറയ്ക്കുന്നതിനും BP, കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും നല്ലതാണ്. കണ്ണ്, ത്വക്ക്, എല്ല് എന്നിവയ്ക്കും അത്യുത്തമം. മലബന്ധം കുറയ്ക്കാനും ദഹനത്തിനും ആസ്മയ്ക്കും നല്ലത്. ചക്ക കറി വെച്ച് കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒരു നേരത്തെ ആഹാരമായി അങ്ങോട്ട് കഴിച്ചോ. പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർ ചക്കപ്പഴം വളരെ കുറച്ച് കഴിക്കാവൂ. മറ്റുള്ളവർക്ക് ദഹനത്തിനനുസരിച്ച് കഴിക്കാം. മറ്റു ആഹാരങ്ങളുടെ കൂടെ കഴിക്കരുത് കേട്ടോ. കറി വെച്ചതായാലും പഴമായാലും തനിച്ച് കഴിക്കുന്നതാണ് നല്ലത്. പണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വിശപ്പടക്കാനുള്ള ആഹാരമായിരുന്നു ചക്ക. ഇന്നത് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല ആഹാരമായിരിക്കുന്നു. ഒട്ടും മായമില്ലാത്തത്, രുചിയുള്ളത്, പോഷകം നിറഞ്ഞത്, മലയാളികളുടെ ഇഷ്ടഭക്ഷണം.